ഒരിക്കലും ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അനീഷ് ഉപാസന എന്ന് പറയുന്ന വ്യക്തി പൊട്ടി വീണ് മുളച്ചതല്ല. ഇന്ന് ലൈഫ് തിരിഞ്ഞു നോക്കുന്ന എന്ത് തോന്നുന്നു? ഇതാരോടെങ്കിലും പറയുന്ന സമയത്തെ നമുക്ക് സിനിമ പറ്റുക, അതൊക്കെ വലിയ വലിയ ആൾക്കാർക്ക് പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞു. ഈ സിനിമാ മേഖലയിൽ നടന്നടിമാര് മുഖം മൂടികളാണോ, പുറമേ ഒരു സ്വഭാവം? സംയുക്ത മേനോനുമായിട്ടുള്ള കഥ എന്താ? സംയുക്തന് ശരിക്കും എൻ്റെ ഒരു അസോസിയേറ്റ് ഉണ്ട്, ഗണേഷ്. അങ്ങനെ ആരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്? അമലാപോള്, സംയുക്ത മേനോൻ, നയൻതാരയ്ക്കും. ആ പ്രമുഖ വ്യക്തിയെ പിന്നീട് കണ്ടോ? കണ്ടു. എൻ്റെ ഫസ്റ്റ് സിനിമയിൽ അവസരം ചോദിച്ചെൻ്റെ അടുത്ത് വന്നു. മാറ്റിനി എന്ന് പറഞ്ഞ സിനിമയിൽ. എൻ്റെ പൊന്നളവ്, ഇത്രയും അനുഭവങ്ങൾ എങ്ങനെ ചിരിച്ചു പറയാൻ പറ്റും ഒരു മനുഷ്യന്? ശരിയാണ്, ഒരു ബേസിക് ടോൺ. അത് ചിരിച്ചുകൊണ്ടാണ്. എൻ്റെ പേര് സ്ക്രീനിൽ വരണം ഒരു ദിവസം, അത് സംവിധായകനായിട്ടോ എന്തെങ്കിലും ആയിട്ട്. നമുക്കും ഒരു വെള്ളിയാഴ്ചയല്ലേ? പക്ഷേ എൻ്റെ ഉള്ളത്തെ ഫയർ ഞാൻ കെടുത്തിയിട്ടില്ല. അതാണ് ഏത് മഴയത്തോ അത് ഞാൻ കെടുത്തൂല. അതിപ്പോഴും അങ്ങനെ. പറയുന്ന വാക്കുകളുടെ കുത്തലെന്ന് പറയുന്നത് ചെറുതല്ല, ഭയങ്കര പെയിനായിരുന്നു. ഒരു ദിവസം ഞാൻ ഈ ഫോട്ടോഗ്രാഫിയിലായാലും ഞാൻ എവിടെയെങ്കിലുമൊക്കെ 4 ആൾ അറിയുന്ന ഒരു സ്പേസിൽ ഞാൻ എത്തുന്നു. ഞാൻ അവിടുന്ന് എനിക്കത് പറയുമ്പോൾ പ്രശ്നം. അത് അത്രമേലൊരു യാത്രയായിരുന്നല്ലേ ജീവിതത്തിൽ? അയ്യോ, ആ മഴയത്തൂടെ നടന്നു പോയ സമയത്തെ ഈ ഫുള്ള് മഴ കൊണ്ടാണ് നടന്നത്. ക്യാമറ ഉണ്ട്, പക്ഷെ ക്യാമറ ഇങ്ങനെ പിടിച്ച് ഫുള്ള് മഴ കൊണ്ട് നടന്ന് ഞാൻ സ്റ്റുഡിയോയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെത്തി. എനിക്ക് പനി പിടിച്ചു. എനിക്ക് ഈ ഒരു ഡോളോ വാങ്ങാനുള്ള പൈസ പോലും എൻ്റെ കയ്യിലില്ല. അവിടെ നിൽക്കുന്നവർക്കും അതിനുള്ള ഒരു ചെറിയ പൈസയാണ് അവർക്കൊക്കെ കിട്ടുന്നത്. പക്ഷെ അന്ന് ആരൊക്കെയോ സഹായിച്ച് എനിക്ക് ഡോളോ മേടിച്ചു വന്ന് ഞാൻ വീണുപോയി. പക്ഷെ എൻ്റെ ഉള്ളത്തെ ഫയർ ഞാൻ കെടുത്തിയിട്ടില്ല. അത് ഏത് മഴയത്തോ അത് ഞാൻ കെടുത്തൂല. അതിപ്പോഴും അങ്ങനെ തന്നെ. ഞാൻ അങ്ങനെ തന്നെ വന്ന് ഞാൻ സ്റ്റുഡിയോയിൽ വന്ന് എനിക്ക് പനി പിടിച്ചു, എനിക്ക് വയ്യാണ്ടായി. പക്ഷെ അപ്പോഴേക്കും ഞാൻ എൻ്റെ അമ്മേനെ കണ്ടിട്ട് ഏകദേശം 1.5 വർഷം കഴിഞ്ഞു. ഈ യാത്രക്കിടയ്ക്ക് കണ്ടിട്ടില്ല? ഇല്ല, ഞാൻ വീട്ടിൽ പോകില്ല എന്നുള്ള വാശിയാണ്, കുറച്ച് വാശിയുള്ള കൂട്ടത്തിലാണ്. എനിക്ക് എൻ്റെ പേരൊക്കെ വരണം സ്ക്രീനിൽ, വലിയ സ്ക്രീനിൽ എൻ്റെ പേര് വരണം, അല്ലാണ്ട് ഞാൻ വീട്ടിൽ പോയില്ല എന്നുള്ളൊരു തീരുമാനമൊക്കെ എടുത്തിരിക്കുക. പക്ഷെ ഞാൻ ലൈവായിട്ട് സിനിമയിൽ അമ്മയ്ക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. ഇപ്പോഴാണ് അമ്മ സംവിധായകൻ്റെ അമ്മയായത്. അന്നൊരു സാധാരണ പയ്യൻ്റെ അമ്മ. അപ്പോൾ അവന് സിനിമയിൽ ജോലി, അത് സർക്കാർ ജോലി പോലെ എന്തോ ജോലി എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഞാൻ വിളിക്കുന്നുണ്ട്, STD ബൂത്തിൽ കയറിയിട്ടാണ് നമ്മൾ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ അത്രയും സമയമെടുത്തു. പിന്നെ എന്നെ ഒരു സിനിമയുടെ ഷൂട്ട് നടക്കുന്നുണ്ട്, ആളുകളെ കൊണ്ടുപോകുന്നുണ്ട് ചെറുതുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ടെമ്പോ ട്രാവലറിൽ കുറച്ച് ആൾക്കാരെ. അപ്പോൾ എനിക്ക് സിനിമയിലുള്ളൊരു ഭ്രമം അറിയുന്ന ഒരാൾ ഓടി വന്നിട്ട് സിനിമയ്ക്ക് ആളെ കൊണ്ടുപോകണം, നീ പണി വണ്ടി കയറുന്നത്. അപ്പോൾ ഞാൻ പറയും, എനിക്ക് അഭിനയിക്കാനല്ല, എനിക്ക് അഭിനയിക്കൊന്നും വേണ്ട, നീ എങ്ങനെയെങ്കിലും ഒന്ന് സിനിമയിൽ പോകാനല്ലേ, അതിൽ പോകുമെന്ന് പറഞ്ഞിട്ട് ആ ട്രാവലറിൻ്റെ ബാക്കിൽ ഞാനിരിക്കുക. ഈ ക്യാമറയുടെ ബാഗല്ല, കിറ്റാണ്, വേറെന്തോ കിറ്റ്. ഇപ്പോഴത്തെ ജോലിക്കാർ ജോലിക്ക് കൊണ്ടുവന്ന് കിറ്റില്ല, അതിൻ്റെ ഉള്ള ക്യാമറ ഒരു ലെൻസ് അത്രേ ഉള്ളൂ, 35-70 എന്നുള്ള ലെൻസ്, നിക്കോൺ F110 ക്യാമറ, ഓവറോൾ ഫിലിമായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഞാനിപ്പോൾ എവിടേക്കാണ് പോകുന്നത് എനിക്ക് അറിയാണ്ടുള്ളൊരു പോക്കില്ലേ. ഞാൻ അഭിനയിക്കാൻ വന്നല്ല, ഞാൻ പോകുന്നു. അവിടെ എത്തി ഒരു കിളി പറഞ്ഞ അവസ്ഥ. ഞാൻ അവിടെ എത്തി, ഒരു സിനിമയുടെ ഷൂട്ടിങ്, ജയരാജിൻ്റെ കണ്ണകി എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടിങ് നടക്കുന്നു. ആ സ്ഥലത്തേക്ക് ഞാൻ എത്തി. ജയരാജിനെ കാണുന്നു, ലാലിനെ കാണുന്നു, ഗീതു മോഹൻദാസ്, നന്ദിത ദാസ്, ഫുൾ ടീം, MJ രാധാകൃഷ്ണൻ ക്യാമറ ചെയ്യുന്നു. ഇതൊക്കെ കണ്ടപ്പോഴേക്കും എനിക്ക് ഈ ലൈറ്റ് കണ്ടപ്പോഴേക്കും ഞാൻ ചാർജായി. ഓക്കെ, എന്തെങ്കിലും കാട്ടിയിട്ട് എത്തി ഞാൻ. അതായത് ഞാൻ സിനിമയിലെത്തി, ഇനി എന്തെങ്കിലും കയ്യും കാലം പിടിക്കാം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നിൽക്കും. ഞാൻ അതൊരു എഴുതിയൊക്കെ ചെയ്തതാണ്. അപ്പം ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട്, അല്ല വാ പെട്ടെന്ന് ഭാഗത്തേക്ക് എന്ന് പറഞ്ഞു. എന്തിനാന്ന് ചോദിക്കണേ, പുള്ളി എന്നെ തള്ളിക്കൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ. അപ്പം ഈ ട്രാവലറിൽ വന്നതൊക്കെ മുടിയും താടിയും നീട്ടിയ ആൾക്കാരാണ്.
എന്നെ മാത്രമാണ് ഇങ്ങനെ മെലിഞ്ഞ് വെളുത്ത് ഒരു ചെറിയ വയറിലൊക്കെ കുരുവന്ന പോലത്തൊരു വയറൊക്കെ ആയിട്ട് ഒരുത്തൻ ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ എന്നെ പിടിച്ചു കൊണ്ടിട്ട് എന്നെ ഫുള്ള് മേക്കപ്പ് ചെയ്ത് മറ്റേ ചുവന്ന തുണി കൂട്ടിയിട്ട് ക്യാമറ ഒക്കെ വാങ്ങിച്ചിട്ട് കയ്യിലൊരു വാളും തന്ന്, ഒരു ഹാർഡ് ബോർഡിൻ്റെ വാള്. തുള്ളണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ എവിടെ, അവിടെ പാട്ടിടും, പോയി തുള്ളിക്കോണമെന്ന് പറഞ്ഞു. ഞാൻ ആലോചിച്ച് എന്നെ അറിയണവരാരും ഇവിടെ ഇല്ലല്ലോ, എനിക്കെന്തും കാണിക്കാറില്ല, പിന്നെ തുള്ളുന്ന കുഴപ്പം. പക്ഷെ ഞാൻ ഈ വാളും പിടിച്ചിട്ടേ ലാലിനെ നോക്കുന്നു, ജയരാജിനെ നോക്കുന്നു, അവരുടെ ഡയറക്ഷൻ നോക്കുന്നു. അപ്പോഴേക്കും ഈ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ കോർഡിനേറ്റർ ഇവിടെ കൊണ്ടിനാണ് അവിടെ പോകണമെന്ന് പറഞ്ഞിട്ട് എന്നെ തൂക്കി അവിടെ കൊണ്ടാക്കും. അന്ന് ഞാൻ അവിടുന്ന് കണ്ട ആളാണ് ആൻഡ്ര ജോസഫൊക്കെ, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നേ. അങ്ങനെ എന്നെ അവിടെ പിടിച്ചുകൊണ്ട് നിർത്തി. എല്ലാവരും തുള്ളുന്നു, ഞാൻ കുട്ടിക്കോവരായിരുന്നു അത്രേ. അതാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്. എന്നെ അവിടെ കൊണ്ട് നിർത്തി, എല്ലാവരും തുള്ളുന്നു. ജയരാജ് അദ്ദേഹം വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഭയങ്കര ക്വാളിറ്റിയുള്ള സിനിമ എടുക്കുന്ന കാലഘട്ടം, 20 ദിവസം 25. അപ്പോൾ അതിൻ്റെ പ്രഷറും ഫ്രസ്ട്രേഷനൊക്കെ പുള്ളിക്കുണ്ട്. ചെറിയ ടേപ്പ് റെക്കോർഡിൽ പാട്ടിടുന്നു, കൊടുങ്ങല്ലൂർ അമ്മേ വാരമാരുള്ളൂ എന്ന് പറഞ്ഞ പാട്ടിടുന്നു, എല്ലാവരും തുള്ളുന്നു, ഞാനും തുള്ളുന്നു. എനിക്കിങ്ങനെ ഈ ബോഡി മൂവ്മെൻറ്റ് നമ്മളങ്ങ് സമ്മതിക്കണില്ല. ഒരു ഭാഗത്ത് എനിക്ക് സിനിമാക്കാരനാവണം, എനിക്ക് അഭിനയിക്കാൻ വേണ്ട താല്പര്യമില്ല, ഞാൻ എന്തിനീ തുള്ളണേ, പക്ഷെ ചീത്തയും കേൾക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ നിന്ന് തുള്ളി. അപ്പോഴേക്കും തുള്ളി ചിലവർ അവിടെ കയറി തുള്ളി, ക്യാമറയ്ക്ക് അപ്പുറത്ത് പോയി തുള്ളുന്നു, പുള്ളി ചീത്ത വിളിക്കുന്നു. ഞാൻ കട്ട് പറയാണ്ട് ഒറ്റ എഴുത്തിനും ഇനി ഇങ്ങോട്ട് കയറി വരും, ഒന്നും ചേർന്ന് നിർത്താനും പാടില്ല എന്ന് പറഞ്ഞു. മേലേക്ക് നോക്കി തുള്ളിക്കോളം എന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ ചൂണ്ടിയിട്ട് അതിന് ഞാൻ മുകളിലേക്ക് നോക്കിയിട്ടേ തുള്ളിയെ. ഈ മുകളിലേക്ക് നോക്കി തുള്ളി, ഈ സ്ഥലം മാറണത് അറിയില്ലല്ലോ. ഞാൻ തുള്ളി അപ്പുറത്തെ പറമ്പ് പോയി. അപ്പൊ അവിടെ തളുത്തുകൊണ്ട് അവിടെ പോയി തുള്ളു. അപ്പോഴൊക്കെ മനസ്സിലായി ഷൂട്ട് അപ്പുറത്താ. എനിക്കിത് മൈക്കൊന്നും ഇല്ലല്ലോ, കട്ട് പറയണതൊന്നും നമ്മളറിയാം. ഞാൻ പേടിച്ചിട്ട് വന്നു, അത് ഭയം ഉണ്ടല്ലോ. ഞാൻ അപ്പുറത്തെത്തി, അപ്പുറത്ത് വേലി വഴി പോയി. അങ്ങനെ ഞാൻ നാണം കേട്ട് ഇവരൊക്കെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. എൻ്റെ കൂടെ അപ്പുറത്താരൊക്കെ വേറെയും തുള്ളുന്നുണ്ട് പല വഴിക്ക് പോയിട്ട്. പിന്നെ ചിലർ ചെറുത് അടിച്ച് വന്നിട്ട് തുള്ളൽ വേറെയുണ്ട്. അതൊക്കെ പാരലി നടക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഇവരോടൊക്കെ മിണ്ടാൻ ഇഷ്ടമാണ്, പക്ഷെ ഭയങ്കര ഭയമായിരുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ ഞാൻ അവിടുന്ന് കുറച്ച് ചിത്രങ്ങളൊക്കെ എടുത്തു, ഫോട്ടോസ്. പക്ഷെ അന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, ഫിലിം ക്യാമറയിലല്ലേ എടുത്തത്. ഞാനിത് നാട്ടിലേക്കൊക്കെ തിരിച്ച് ഞാൻ ഈ പറയുന്ന സ്റ്റുഡിയോൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ നാട്ടിലേക്കൊക്കെ ഫോൺ ചെയ്ത് പറഞ്ഞു, ഞാനിങ്ങനെ ലൊക്കേഷനിൽ പോയി, ഞാൻ ഇങ്ങനെ ഒരു കോമരം, നീ അഭിനയിച്ച, ഞാൻ പറയാൻ മുന്നേ കേട്ട ആള് തീരുമാനിച്ചു, അനീഷ് സിനിമയിൽ അഭിനയിച്ചു. 2 വണ്ടി ആള് പോവാൻ റെഡി ആയിട്ട് നിൽക്കുക സിനിമ റിലീസാകുമ്പോൾ, സിനിമ കാണാൻ സിനിമ ഷൂട്ടിങ് നടക്കണേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ വിട്ട് വേറെ കുറേ കാര്യങ്ങളിലേക്കൊക്കെ പോയി ഞാനിങ്ങനെ മാഗസിനൊക്കെ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പോസ്റ്റർ ഒട്ടുന്നു, കണ്ണകി ഇന്ന ദിവസം റിലീസ് ചെയ്യുന്നു. തെഞ്ചി പടക്കാൻ തുടങ്ങി. അതിൽ ഞാനില്ലാന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ഇത് നാട്ടിൽ ഫുള്ള് പാട്ടല്ലേ. ഞാൻ അന്ന് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഈ സിനിമ റിലീസാവാൻ. അങ്ങനെ ആ സിനിമ റിലീസായി. ഇപ്പോഴും ഞാൻ ആ വണ്ടിക്കാശ് കൊടുക്കാണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 2 വണ്ടിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ. അവൻ്റെ മനസ്സമാനത്തിനോട് ആ തുള്ളണതാണ് അനീഷെന്ന് വെറുതെ പറഞ്ഞിട്ട്. ആ സിനിമയിൽ ഞാനില്ല, എന്നെ കാണില്ല. ചിലപ്പോൾ എൻ്റെ വാളങ്ങനെ തുള്ളി കയറി പോണതാണ്. അല്ല, ഞാൻ പറഞ്ഞത് അത്രയും ഒക്കെ തലകുത്തി മറിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. പിന്നെയാണ് ഞാൻ കൊച്ചിക്ക്, അതായത് ഞാൻ എന്നിട്ട് അവിടുന്ന് തൃശ്ശൂരിലേക്ക് വരുന്ന ഒരു ഫിലിം മാഗസിനിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോയിന്റിലെത്തി. അത് പൂട്ടിപ്പോകുന്നു, എനിക്കൊന്നും ശരിയാവുന്നില്ല. അത് പൂട്ടിപ്പോയി ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ ആ ഓഫീസിൽ പോലും അതിൻ്റെ മേശക്കടിയില്ല കിടന്നുറങ്ങിയിരുന്നത് അവിടെ. കാരണം എനിക്ക് അതിനുള്ള ശമ്പളം അവർ തരുന്നുള്ളൂ. 2500 രൂപയാണ് എനിക്കൊരു മാസം തരുന്ന ശമ്പളം. അതിലെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ അവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ചേച്ചിയോട് ഞാൻ പറയും, രാത്രിക്കുള്ളത് എനിക്ക് മാത്രം ഒന്ന് മാറ്റി വയ്ക്കുമോ ചോദിക്കും. അങ്ങനെ ചേച്ചി അത് മാറ്റി വയ്ക്കും. അങ്ങനെയാണ് അവിടെ നിന്നത്. അവിടെ നിന്ന് അവിടെ നിന്ന് ഞാൻ കുറച്ച് ലൊക്കേഷനിലേക്കൊക്കെ പോകാൻ ഞാൻ ഹാപ്പി ആയിരുന്നു. പക്ഷെ ഒരു പോയിന്റിൽ വെച്ചിട്ട് അവർ ഓഫീസ് അടച്ചു. ഓഫീസ് അടച്ചപ്പോൾ എല്ലാവരും പോയി, ആ സ്വപ്നവും പോയി. അത് പോയി. അവിടെയാണ് വ്യാസൻ ഇടവനക്കാരൊക്കെ ഉണ്ടായിരുന്നത്. പുള്ളി നല്ല എഴുത്തുകാരനാണ്. അന്ന് മാഗസിനിലൊക്കെ എഴുതുന്നത്. പുള്ളിക്ക് വേണ്ടിയിട്ട് ഫോട്ടോ എടുത്ത് ഞാനത് വ്യാസേട്ട് എന്നോട് ചാല നീ ഞാൻ പോകണില്ല, ഞാൻ സിനിമ നീ മുന്നോട്ട് വീട്ടിൽ പോടാ, അത് റെഡി ആകുമ്പോൾ വരും. അപ്പം അന്ന് ദിലീപായിട്ട് ഒരു മാഗസിൻ തുടങ്ങാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ചെയ്യാം, നീ വീട്ടിൽ പോ, ഞാൻ വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പൊക്കോളാം. വ്യാസേട്ടൻ അങ്ങനെ ഒരു വഴക്ക് പറയാനുള്ളൊരു റൈറ്റ്സ് ഉള്ളത് കൊണ്ട് പുള്ളി അത് പറയുന്നു, ഞാനത് കേൾക്കും. പക്ഷെ ഞാൻ പോയില്ല. ഞാൻ ഈ തൃശ്ശൂർ വെച്ച് ഒരുത്തിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഫിറോസ് എന്ന് പറഞ്ഞിട്ട്, എൻ്റെ സുഹൃത്താണ്. അപ്പോൾ അവൻ പറഞ്ഞു അവൻ ഭയങ്കര സെറ്റപ്പാണ്, കൊച്ചിയിൽ വന്നാൽ മതി, ബാക്കി എല്ലാം സെറ്റാന്ന് പറഞ്ഞു. ആ പ്രതീക്ഷയിൽ ഞാൻ കൊച്ചിക്ക് വന്നതിനെ ഞാൻ കൊച്ചിയിൽ വന്നിട്ട് ഇവിടെ മേപ്പെട്ട് നോക്കിയിരുന്നു, കാലൂർ സ്റ്റാൻഡിൻ്റെ അവിടെ. ഇവൻ വന്നപ്പോൾ നീ എന്ത് പറ്റി? അങ്ങനെ അവിടെ ഓഫീസൊക്കെ അടച്ചു പോയിട്ടാ, എന്നാ വാ
എടാ നിന്റെ ഫ്ലാറ്റ് ഇവിടെ കടവന്തറ റോഡ് ഇവിടെ നിന്ന് തിരിഞ്ഞാൽ മതി, നീ വാ, ഇവിടെ കൊച്ചൊക്കെ മൊത്തം കാണാം, പിന്നെ മൊത്തം കാണാവാ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി. ഞാൻ ഈ ഫ്ലാറ്റിൽ ഇങ്ങനെ കയറി ഇങ്ങനെ ഹൈറ്റിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക, ഒറ്റ ടോപ്പിലെത്തി പോയപ്പോ ഭയങ്കര സെറ്റപ്പ് പറ്റി ടെറസിന്റെ അവിടെ അങ്ങ് തുറന്നു. ഇതാണ് ഇതാണ്. അപ്പൊ ഇത് ഇവിടെയാണ് എന്റെ സ്ഥലം, ഇതാ. അല്ല നിനക്ക് ഫ്ലാറ്റ്, എടാ ഇത് മൊത്തം നമ്മളതായിട്ട് സങ്കല്പിച്ചോ, നമ്മൾ ഇവിടെയാണ് കിടക്കുക, ഇവിടെ നിന്ന് മൊത്തം കാണാമല്ലോ. അപ്പൊ കൊച്ചി പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല, ഓപ്പൺ ടെറസിൽ കൊണ്ടുപോയി കിടത്തി തന്നെ. പക്ഷെ എനിക്ക് ചിരി വന്നു കേട്ടോ, അവനുള്ള കാര്യം അങ്ങനെ നമ്മൾ പണ്ട് മറ്റേ മുകേഷ് ചേട്ടൻ തെരഞ്ഞത് ജഗദീഷ് ചേട്ടൻ പോണ സിനിമകളൊക്കെ എല്ലാ അവസ്ഥയായിരുന്നു. അപ്പൊ ഇവിടെ എല്ലാ സിനിമാക്കാരും ഇങ്ങനെയൊക്കെ തരാൻ ഇത് കാര്യമാക്കണ്ട, ഭയങ്കര ബുദ്ധിമുട്ടില്ല, പക്ഷെ കുഴപ്പമില്ല, നമ്മൾ മനസ്സ് ഹാപ്പിയായിട്ടിരുന്നാൽ മതി, ബാക്കിയെല്ലാം റെഡിയാവും പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ കിടക്കുക, കൂത്തൊക്കെ കട്ടിച്ച് പറക്കുന്നുണ്ട് തന്നെ. ഞാൻ അവിടെ ന്യൂസ് പേപ്പർ വിരിച്ച് കിടന്ന്, അന്ന് ഞാൻ മലന്ന് കിടന്ന് ഇങ്ങനെ സ്കൈ നോക്കിയിട്ട് പറയും, ഒരു ദിവസം ഞാനൊരാളാവൂടാ എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോഴും അവൻ എന്നോട് പറയും, നീ അന്ന് അവിടെ നിന്ന് പറഞ്ഞൊരു തീരുമാനമുണ്ട്, ഞാനൊരു ദിവസം ഒരാളാവും, എന്നെ നാലാൾ അറിയും എന്ന് പറയുന്ന ഒരു സാധനം അന്ന് അവിടെ കിടന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവന് അഴകപ്പ സാറിൻ്റെ എന്തോ കോള് വന്നിട്ട് ചെന്നൈക്ക് പോയി, ക്യാമറ അസിസ്റ്റൻറ്റും കൂടിയാണ്, പിന്നെ ഞാൻ മാത്രമാണല്ലോ അവിടെ. അടുത്ത ദിവസം ഒരാൾ കയറി വരുന്നു, നിങ്ങളാരാ? അപ്പം ഞാൻ ചേട്ടനാരാ? അയാളതാണ് അത്, ആ ബിൽഡിങ്, അത് അയാൾ കെയർ ടേക്കറോ അങ്ങനെ എന്തോ ആണ് അയാൾ അവിടുത്തെ. അയാൾ അവിടുന്ന് എന്നോട് ഇറങ്ങാൻ പറഞ്ഞു, ഇവിടെ നിൽക്കാൻ പാടില്ല. അവന് ഞങ്ങളൊരു ചെറിയൊരു സ്പേസ് കൊടുത്തത്, അപ്പോൾ അവന് അതിഥിയോ എന്ന് ചോദിച്ചു. അവന് ചേട്ടാ എനിക്ക് വലിയ പരിചയമില്ല ഇവിടെ, ഞാൻ എവിടെ അതൊന്നും, നിങ്ങളൊരു ആൺകുട്ടിയല്ലേ, ഞാൻ പെൺകുട്ടീനെ ഒന്നല്ലല്ലോ ഇറക്കി വിടുന്നത്, നിങ്ങൾ എവിടെയെങ്കിലും സ്പേസ് നോക്കിക്കോളാം. എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ആ ഇറക്കി വിടലാണ് ഞാൻ നേരത്തെ പറഞ്ഞ എവിടേക്ക് പോയത്, സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ടി വന്നത്. പറഞ്ഞത് മനസ്സിലായി, ഇവിടുന്ന് ഇറക്കി വിടുക, കാരണം അവൻ എനിക്ക് കിട്ടുന്നില്ല, ഫോണിലൊന്നും കിട്ടാനുള്ള സംവിധാനമില്ല, ഇല്ല കൊച്ചിയിൽ ആരുമില്ല, എനിക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റുന്നത്, എൻ്റെ കയ്യിൽ കാശില്ല. ഈ പറഞ്ഞ വ്യാസേട്ടനെ വേണമെങ്കിൽ വിളിക്കാം, പക്ഷെ വ്യാസേട്ടൻ ഓൾറെഡി എൻ്റെ വീട്ടിൽ പോക്കോളം പറഞ്ഞത് പോയില്ല. അപ്പോൾ ആ പ്രശ്നം വേറെ. അങ്ങനെയാണ് ഞാൻ സൗത്തിൽ പോയി കിടന്നതും. അവിടുന്ന് ഞാൻ ഈ ഈവനിങ് ഡെയിലി വിൽക്കാനുള്ള സ്പേസ് കിട്ടിയപ്പോൾ അത് വിൽക്കാൻ പോയി, കുറച്ച് പൈസ കിട്ടി വെച്ചിട്ട് നടന്നില്ല, അതും തീരുമാനമായി. കളമശ്ശേരിയിൽ STD ബൂത്ത് പോയി പണിയെടുത്ത്, അതും സെറ്റായില്ല. കഞ്ഞി കുടിച്ച കടയിലൊക്കെ ശനിയാഴ്ച പൈസ തരാമെന്ന് പറഞ്ഞാൽ ശനിയാഴ്ച മാത്രം മുങ്ങി നടക്കേണ്ട അവസ്ഥ വന്നു, ബാക്കി എല്ലാ ദിവസവും കഞ്ഞി കുടിക്കുമല്ലോ. അങ്ങനെയൊക്കെ കുറേ അധികം അതാ ഞാൻ നേരത്തെ പറഞ്ഞ, ഞാൻ നടന്ന സ്ഥലത്ത് കൂടെ കാർ ഓടിച്ച് പോകുമ്പോൾ ഒരു സന്തോഷം. ഞാൻ കണ്ട സ്ഥലങ്ങൾ ഒരുപാടുണ്ട് കൊച്ചിയിൽ. അപ്പം അങ്ങനെ കുറേ ഞാൻ ഓടി നടന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ. പക്ഷെ അന്നൊന്നും തിരിച്ച് നാട്ടിലേക്ക് പോകണമെന്നോ ഞാൻ U-turn എടുത്തിട്ടില്ല. എനിക്കൊരു ലക്ഷ്യമുണ്ട്, എൻ്റെ പേര് സ്ക്രീനിൽ വരണം ഒരു ദിവസം, അത് സംവിധായകനായിട്ടോ എന്തെങ്കിലും ആയിട്ട്. അങ്ങനെ വന്നപ്പോൾ ഞാൻ അതിൽ അഹങ്കരിക്കുന്നൊന്നുമില്ല, സീരിയസ്ലി ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു എയിം ഉണ്ടായിരുന്നു. ഇന്ന് ലൈഫിന്റെ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ അന്നത്തെ കഷ്ടപ്പാടായിരിക്കും ഇന്ന് അനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ അനീഷാക്കി മാറ്റിയതല്ലേ. അതെ, ഇപ്പം ഇരുന്ന ഇരിപ്പിൽ തന്നെ എനിക്കിപ്പോൾ ഉള്ള എൻ്റെ സ്റ്റുഡിയോ ആയാലും എൻ്റെ സിനിമയായാലും എന്നെ ലാൽ സാർ അവിടെ നിന്ന് ഇറക്കി വിട്ടാലും ഞാൻ ഇതുവരെ ഹാപ്പിയാണ്. എനിക്ക് അത്രയും മതി. ഇപ്പോൾ എല്ലാവരും പറയും ഇയാൾ ഭയങ്കരമായിട്ട് മോഹൻലാലിനെ കുറിച്ച് പറയണം, ഞാൻ പറഞ്ഞതിന് അവർക്ക് എന്താണ് അല്ലേ. എനിക്ക് അജിന് ഇഷ്ടമാണ്, ഞാൻ അജിനെ കുറിച്ച് 100 നാവ് സംസാരിക്കും, അതിനവർക്ക് എന്താ, അതെൻ്റെ ഇഷ്ടമാണ്. അദ്ദേഹം എന്നോട് അനീഷ് ഇനി എൻ്റെ അടുത്തേക്ക് വരണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ നിർത്തും. അത് വിചാരിച്ചിട്ട് എന്നെ സ്നേഹിക്കരുത് എന്ന് പറയാൻ ലാൽ സാറിന് അവകാശമില്ല, അതാർക്കുമില്ല. അപ്പം ഇന്ന് എന്നെ ഇറക്കി വിട്ടാൽ ഓക്കെ. ഇതുവരെ എനിക്ക് കൂടെ നിൽക്കാൻ പറ്റിയില്ലേ, അതൊരു ചെറിയ കാലയളവല്ല, ഇത്രയും കാലം എൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നിടത്ത് ഞാൻ പറയുന്നത് സാറ് കേട്ടിട്ടുണ്ട്, സാറ് പറഞ്ഞ് ഞാനും കേട്ടിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ എനിക്ക് പകർത്താൻ പറ്റി, അതൊരു വലിയ കാര്യമാണ്. എന്നെ സംബന്ധിച്ച് അതൊരു വലിയ ചെറിയ പകർപ്പല്ല, ജീവനുള്ള പകർപ്പ്. അതെനിക്ക് എന്തോ ഒരു അങ്ങനെ ഒരു എന്താ പറയുക, എൻ്റെ ചിത്രങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ എനിക്ക് എടുക്കാൻ പറ്റി. എൻ്റെ പൊന്നടവ് ഇത്രയും അനുഭവങ്ങൾ എങ്ങനെ ചിരിച്ചു പറയാൻ പറ്റുന്ന ഒരു മനുഷ്യനെ. ശരിയാണ്, ഒരു ബേസിക് ടോൺ, അത് ചിരിച്ചുകൊണ്ടാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പത്രം വിറ്റ് നടന്ന് എനിക്ക് മ്യൂസിക്കൊക്കെ വലിയ ഇഷ്ടമാണ്. കുറേശ്ശെ കീബോർഡും തബ്ലി അതൊക്കെ കുറേശ്ശൊക്കെ വായിക്കും, കുറച്ച് സംഗീതം പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഈവനിങ് ഡെയിലി വിറ്റ് കഴിഞ്ഞ് ഞാനിങ്ങനെ അതൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഞാൻ ആ പ്രസ് ക്ലബിൻ്റെ റോഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം ഞാൻ ഒരാളെ കാണുന്നു. അപ്പോൾ സമദ് എന്ന് പറഞ്ഞിട്ട് നാദിഷയുടെ ബ്രദറാണ്, ഭയങ്കര സ്റ്റൈലിഷ് ആണല്ലോ സമദ്, മുടിയൊക്കെ ഭയങ്കര, ഇപ്പോഴും ആൾ ഭയങ്കര സ്റ്റൈലാണ്, ഒന്ന് ഭയങ്കര രസമാണ്.
ഞാൻ ഓടി അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു, അന്ന് വീഡിയോ കാസറ്റിൽ ഞാൻ പുള്ളിയുടെ ഗാനമേള കണ്ടിട്ടുണ്ട്. നമ്മൾ വാടകയ്ക്ക് 10 രൂപയ്ക്ക് ഈ കാസറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ഗാനമേള കാണും. ഭയങ്കര ഡാൻസ് ചെയ്ത് പാട്ട് പാടുന്നതൊക്കെ എൻ്റെ മെമ്മറിയിൽ പുള്ളിയാണ്. അപ്പം ഞാൻ ഓടി പോയിട്ട് ഞാൻ നിങ്ങളെ പാട്ട് ഒരുപാട് കേൾക്കാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് കുറച്ച് മ്യൂസിക് ഇഷ്ടമായതുകൊണ്ട്. ഞാനിങ്ങനെ വാദവരാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ തോളിൽ ഇങ്ങനെ സാമത് കൈ വെച്ചിട്ടാണ് ഭക്ഷണം കഴിച്ചാ എന്ന് ചോദിച്ച്. അപ്പം എൻ്റെ ചങ്ക് ശരിക്കും പഠിച്ചു. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് അന്ന് 3 ദിവസമായി. അപ്പം ഞാനിത് പറയുമ്പോൾ പോലും എൻ്റെ വായിൽ വെള്ളം ഇങ്ങനെ വറ്റുണ്ട്, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഭക്ഷണം കഴിച്ചതാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പിന്നെ പോലെ എനിക്ക് പാട്ട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു. അപ്പം ഇല്ല ഞാൻ കഴിക്കും, ഞാൻ പോകുമ്പോൾ വാ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഒരു സിലോൺ ബാഗ്സ് അറിയില്ലേ, ആ വളവിൽ തന്നെ അതിൻ്റെ അകത്തേക്ക് കയറ്റി എനിക്ക് ബിരിയാണി മേടിച്ചു തന്നു. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന ഒരു മ്യൂസീഷ്യൻ എന്നുള്ള നിലയിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയെ കണ്ട റെസ്പെക്റ്റിൽ ഓടിച്ചെന്ന ഒരാളാണ്. അപ്പം സംബന്ധം എനിക്ക് ഫുഡ് മേടിച്ചു തന്നെ ഞാൻ ആ ഫുഡ് കഴിക്കണോ അതോ ഇയാളോട് ഞാനിപ്പോൾ എന്ത് പറയണം, എനിക്കാണെങ്കിൽ വിശക്കൊന്നുമുണ്ട്. അപ്പോൾ ഞാൻ പിന്നെയും പറയാം, എനിക്ക് മറ്റേ ഹിന്ദി നിങ്ങൾ ഫുഡ് കഴിക്കുക, നിങ്ങൾ ഭക്ഷണം കഴിക്കുക, നിങ്ങൾ ഭക്ഷണം കഴിച്ച് നോർമലാവും, എന്നിട്ട് സംസാരിക്കാമെന്നാണ്. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ഫുഡ് മേടിച്ചു തന്ന ഒരു ബന്ധം ഇപ്പോഴും എനിക്ക് സമ്മതമായിട്ടുണ്ട്. എൻ്റെ സിനിമയിൽ സമ്മത അഭിനയിച്ചിട്ടുണ്ട്. ഈ ഒന്ന് ചിന്തിക്കുമ്പോൾ ഇന്നൊരു പൊസിഷനിലെത്തി ഈ പഴയ കഥകൾ വേണമെങ്കിൽ മറക്കാം, എന്തുകൊണ്ട് ഓർത്ത് വെക്കുന്നു? ഭക്ഷണം മേടിച്ചു തന്ന ഒരാളൊക്കെ നമ്മൾ മറക്കുമോ? നമ്മൾ വിശന്ന്, കാരണം ആരും എന്നോട് എന്നെ സംബന്ധിച്ച് അറിയില്ല. ഇല്ല, അതെ, എന്നെ എങ്ങനെ അറിയും? ആരും അറിയില്ല. ഇന്ന് എന്നെ കുറച്ച് പേരെങ്കിലും അറിയാം, എന്നെ ആരും അറിയില്ല. ആരും അറിയാത്ത ഒരാളെ നോക്കിയിട്ട് അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ എനിക്ക് ദൈവം പോലെയാണ്. മനസ്സിലായില്ലേ? അപ്പം ഒരാൾക്ക് നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്ന പോലെയാണ് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചത്. അതായത് ഒരു ഈവനിങ് പത്രമൊക്കെ ഒരു 3 മണി 4 മണി 5 മണിയൊക്കെയാണ് അതിൻ്റെ സെയിൽ നടക്കുക അല്ലേ? അത് കഴിഞ്ഞിട്ട് അപ്പം ഭക്ഷണം കഴിക്കണമെന്ന് ഒരാൾ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, അതെ, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ആ ചോദ്യം അവിടെ വരേണ്ട ആവശ്യമില്ല. ഒരു 1 മണി 2 മണിയാണെങ്കിൽ നമുക്ക് വിചാരിക്കുക നിങ്ങൾ ഭക്ഷണം കഴിച്ചോന്ന്. ആ സമയത്ത് ഞാൻ അത്രയും വാടി നിൽക്കുന്നത് അയാളെ കണ്ണിൽപ്പെട്ടു. അങ്ങനെ എനിക്ക് ഫുഡ് മേടിച്ച് തന്നു. അതെന്തിപ്പോഴും ഉണ്ട് അതായിട്ട്. അവനത് ഓർത്തെടുക്കുക ചെയ്തത്. അപ്പോൾ അവൻ ഇതേ ചോദ്യം ചോദിച്ചു, ഇതൊക്കെ മറക്കുന്ന എത്രയോ പേരുടെ നമ്മളൊക്കെ ജീവിക്കുന്നത്, എങ്ങനെ അത് ഞാനത് മറക്കേണ്ട ആവശ്യം ഇല്ലല്ലോ. അത് ഞാൻ ഇപ്പോഴുള്ള പൊസിഷൻ വലുതാണ് എൻ്റെന്ന് ഞാൻ ഡിമാൻഡ് ചെയ്യുന്നില്ല. ഇനി ഇതിനേക്കാൾ വലിയ പൊസിഷനിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ പോലും അതൊക്കെ എൻ്റെ മെമ്മറി തന്നെ ഉണ്ടാക്കും. കാരണം ഞാൻ യാത്ര ചെയ്തൊരു യാത്രയിൽ എന്നെ ഞാൻ ആക്കിയത് ഈ കഥകളും അനുഭവങ്ങളുമാണ്. പിന്നെ ഉറപ്പായിട്ട് അത് തന്നെയാണ്. അതായത് ഇപ്പം ഇന്നത്തെ കാര്യം പോലെ നാളെ നമ്മൾ മറന്നു പോകും. ഒരാൾ ഹെൽപ്പ് ചെയ്ത പോലെ. തീർച്ചയായിട്ടും ഞാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. എന്നോടൊരു അവസരം ചോദിക്കുന്ന ഒരാൾക്ക് എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ അവസരം കൊടുക്കും. കാരണം എനിക്കതൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാനത് ചെയ്ത് കൊടുക്കും. ഇപ്പം ഒരാൾ എൻ്റെ അടുത്ത് ഒരു ഫ്ലോർ ഞാൻ നോക്കാൻ പോയ സമയത്ത് അടുത്ത ദിവസം എൻ്റെ ഷൂട്ടാണ്. ആ ഫ്ലോറിൽ ഞാൻ ഒന്ന് അറിയപ്പെട്ട് തുടങ്ങിയതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരു പയ്യൻ പുറത്ത് നിൽക്കുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് റിഫ്ലക്റ്റ് ചെയ്ത് എന്നെ തന്നെയാണ് അതിൽ. അപ്പം ഞാൻ അവിടുത്തെ ആളോട് ചെയ്ത് അപ്പം ഇവിടെ പുള്ളി അവിടെ ഷൂട്ട് നടക്കണ്ട, ഒരു വലിയ ഫോട്ടോഗ്രാഫറെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നവിടെ നോക്കിയപ്പോൾ പിന്നെ ഇവനോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ചോദിച്ചാൽ എന്തിന്? എന്നാൽ പുള്ളി അതങ്ങനെ പറഞ്ഞു. നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് അകത്ത് കയറിയത്? പുറത്തിറങ്ങി നിൽക്കുമെന്ന് പറഞ്ഞു. ഡോർ ഓപ്പൺ ആയതുകൊണ്ടാണ് ഈ പയ്യനകത്ത് കയറി. അവനത് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഫോട്ടോഷൂട്ട്. അപ്പം അവൻ മിണ്ടാണ്ട് നിൽക്കുക. എൻ്റെ പഴയ അനുഭവം. അതെ, ഞാൻ കാണുന്നത് എന്നെ തന്നെയാണ്. ഞാൻ എന്തോ പേര്, അപ്പോൾ അവനയാളുടെ പേര് പറഞ്ഞു. എൻ്റെ കൂടെ നിൽക്കുന്നതാന്ന് ചോദിച്ചു. അവൻ്റെ കണ്ണിന്ന് കുടുകൂടാന്ന് വെള്ളം വീഴാൻ തുടങ്ങിയിട്ടോ. ഞാൻ അടുത്ത ദിവസം ജോസ്കോൻ്റെ ഫോട്ടോഷൂട്ടാണ് ചെയ്യാൻ. അന്ന് മുതൽ ഇപ്പോൾ വരെ ആൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആൾ അറിയപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ്. ഇപ്പോൾ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നുണ്ട്, കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി എന്നെക്കാളും മിടുക്കനാണ്. അങ്ങനെയാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോ കണ്ടതിന് എത്ര ലൈറ്റ് ഉപയോഗിച്ചു എന്ന് എനിക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. അങ്ങനെ പറയാൻ പറ്റും. എക്സ്പീരിയൻസ്. അപ്പം നമുക്ക് ആദ്യം ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങാം.
ഓക്കെ. ഒരു ഫോട്ടോഗ്രാഫർ എടുത്ത ഫോട്ടോ ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പം തന്നെ നമുക്കറിയാമല്ലോ ലൈറ്റ് എവിടെ വെച്ചത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അറിയാൻ പറ്റും. ഇപ്പോഴും കുറേ ആൾക്കാരെ എനിക്കറിയുന്ന കുറേ സുഹൃത്തുക്കൾ ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അവർ ഫോണിൽ വിളിച്ച് പറയും, ഇവിടെ ഭയങ്കര രസം കിട്ടും ആ ഫോട്ടോ എന്ന് പറയും. അപ്പോൾ പറയും ചേട്ടാ ഇപ്പോഴത്തെ കാലത്തൊന്നും ആരും നമ്മളെ വിളിച്ച് പറയാറില്ല എന്ന് പറയും. അത് പറയണേ എന്താ കുഴപ്പം? ഒരാളുടെ ഫോട്ടോ ഇഷ്ടപ്പെട്ട് അത് അംഗീകരിക്കാൻ ഒരു മനസ്സ് വേണം. ഞാൻ വിളിച്ചു പറയും. ചില ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, അപ്പം അതിലൊക്കെ ഞാനുണ്ടെങ്കിൽ ഈ കച്ചറ ഫോട്ടോ ആണെങ്കിൽ ഞാൻ അവനെ വിളിച്ച് പറയും, ഇമാതിരി സാധനം ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടിടല്ലേ കേട്ടോ, എനിക്ക് കിട്ടുന്നവർക്കും കൂടെ ഇല്ലാണ്ടാവും എന്ന് പറയും. അതേപോലെ തന്നെ നല്ല ഫോട്ടോ ഇടുമ്പോഴും ഞാൻ വിളിച്ച് പറയും, എടാ ഗംഭീരമായിട്ട് ലൈറ്റിങ് അടിപൊളി എന്ന് പറയും. അത് ഞാനെടുത്ത പോലെയാണ്, ഞാനെടുത്തു എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എൻ്റെ അതേ തൊഴിൽ മറ്റൊരാൾ ഗംഭീരമായിട്ട് എന്നെക്കാൾ ഗംഭീരമായിട്ട് ഒരാൾ ചെയ്തുകൊണ്ട് അയാളെ അപ്രീഷിയേറ്റ് ചെയ്യണം, ഞാൻ തന്നെ പഠിക്കുന്നത്. ഒരിക്കലും ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അനീഷ് സുഭാസൻ എന്ന് പറയുന്ന വ്യക്തി പൊട്ടി വീണ് മുളച്ചതല്ല. ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്, പൈസയുടെ അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇന്ന് ലൈഫ് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഞാൻ പണ്ട് നടന്ന സ്ഥലത്ത് കൂടെ ഞാൻ കാർ ഓടിച്ച് തന്നു പോകുന്നത് അതന്നെ വലിയ കാര്യമല്ലേ. അപ്പം ഞാൻ ഇവിടുത്തെ KSRTC സ്റ്റാൻഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഇൻ്റർവ്യൂവിൽ, ഞാൻ ഈ കൈത്തണ്ടയിൽ പത്രം ഇട്ടിട്ട് ഈവനിങ് ഡേയിൽ വിറ്റ ആളാണ്. ശരിക്കും? യെസ്. അപ്പോൾ ഈ ഈവനിങ് ഡേയിൽ 2-3 രൂപയ്ക്കല്ലേ വിൽക്കണേ. അപ്പോൾ അതിൻ്റെ ഇങ്കും മാത്രമല്ലേ ക്വാളിറ്റി ഉണ്ടല്ലോ. അത് ഈ കൈ കിടന്ന് പറഞ്ഞ് എൻ്റെ ഇവിടെ റെഡിഷ് ആവും ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ ഈ ബ്ലാക്ക് ഇങ്ക് എൻ്റെ കയ്യിലുണ്ടാവും ചെയ്യും. അപ്പം അന്നൊക്കെ ഈ ടവലെടുത്ത് ഇവിടെ കെട്ടിയിട്ട് നടക്കുക. അതെന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നാട്ടിൽ ആരെങ്കിലും അറിയാതെ KSRTC സ്റ്റാൻഡിൽ വന്നാൽ, ഞാൻ സിനിമാക്കാരനാണല്ലോ നാട്ടിൽ മൊത്തം, അത് കാണണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അതും കെട്ടി നടന്ന് ഇത് വിറ്റുകൊണ്ടിരുന്നത്. എന്നിട്ട് ആ പ്രസ് ക്ലബ് റോഡത്തിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അപ്പം അതിൻ്റെ മുകളിലാണ് കിടന്നുറങ്ങിയിരുന്നത്. അത് ആ സ്ഥലം ഒരു സമയത്ത് പോവുകയും പിന്നെ ഞാൻ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങാൻ തുടങ്ങി. അതായത് ഈ പറഞ്ഞ ബിൽഡിങ്ങിൽ ഒരു ദിവസമായിട്ട് എനിക്ക് കിടക്കാൻ ഒരു സ്പേസ് കിട്ടിയത്. പത്രക്കാരുടെ തന്നെ ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഓണർ അവിടെ അങ്ങനെ പറ്റില്ല, താമസമല്ല, അത് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ്, ഇങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് മാറ്റി. ഞാൻ KSRTC ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ മറ്റേ പില്ലറിൻ്റെ ഇട്ട് റൗണ്ടില്ലേ, അവിടെയാണ് ഞാൻ കിടന്നുറങ്ങിയിരുന്നത് കുറേ ദിവസം. ഒരു വെള്ളവും ബിസ്ക്കറ്റൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ അവിടെ സ്ഥിരമായിട്ട് കിടക്കുന്ന മറ്റു പലരും ഉണ്ട്, അവരെന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. പിന്നെ എന്നെ ഇങ്ങനെ അല്ലെങ്കിലും എന്നെ കണ്ടു കഴിഞ്ഞാൽ അന്ന് പോലീസുകാർക്കൊക്കെ ഡൗട്ട് അടിക്കും, അത് എവിടുന്ന് വന്നതാണല്ലോ, നാട് വിട്ട് വന്നതാണല്ലോ എന്നുള്ള സ്ഥലം. അപ്പോൾ ആ നോട്ടം എന്നെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ചു. പോലീസ് എന്ന് പറയുമ്പോൾ ഒരു പേടിയുണ്ടല്ലോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി മഹാരാജ ടെക്സ്റ്റൈലിൻ്റെ മുന്നിൽ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെയൊക്കെ ബിൽഡിംഗ് ഒക്കെ ആയിട്ടോ, മനസ്സിലായില്ല, മഹാരാജ ടെക്സ്റ്റൈലിന് നേരെ മുന്നിൽ ആ സ്റ്റാച്ചുവിൻ്റെ ബാക്കിൽ ഒരു ചാലുണ്ട്, അവിടെ കിടന്നിരുന്നത് കുറച്ച് ദിവസം. അതിൻ്റെ ഇടയിൽ കയറി കിടന്ന പിന്നെ പുറത്തുനിന്ന് ആരും കാണൂല. ഇന്നത്തെ പോലത്തെ അത്രയും ചെക്കിങ്ങും ഒക്കെ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെ. അപ്പം അന്ന് അവിടെ കിടന്നപ്പോൾ അവിടെ ഒരു സിഗ്നൽ ഉണ്ട്. അപ്പം അവിടെ ആ സിഗ്നലിൽ ഒരു വണ്ടി വന്ന് നിൽക്കുന്നു, അന്നൊരു റെഡ് ലൈറ്റ് വരുന്നു. ആ റെഡ് ലൈറ്റ് തെളിഞ്ഞ ആളാണ് ജയസൂര്യ. ഞാൻ അവിടെ അയ്യോ ജയസൂര്യ എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയത്. ആ ജയസൂര്യ പിന്നെ എൻ്റെ സിനിമയിൽ നായകനായിരുന്നു. അപ്പം ഇതൊക്കെയാണ് എൻ്റെ അച്ചീവ്മെന്റ്. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചു. എപ്പോഴെങ്കിലും ഈ കഷ്ടപ്പാട് അനുഭവിച്ച് മുന്നോട്ട് വരുമ്പോഴേ ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ടോ? ഇല്ല, എന്നെ ആരും തള്ളി വിട്ടാറില്ലല്ലോ, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി പുറപ്പെട്ടതല്ലേ. അപ്പം നീ പോയി സിനിമാക്കാരനായി വാന്നുകൊണ്ട് ഒരാളും പറഞ്ഞിട്ടില്ല, പിന്നെ ഞാൻ മടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാനായിട്ട് ഇറങ്ങിയതാണ്. എനിക്ക് സിനിമയിൽ എന്തെങ്കിലും ആവണം, എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കണം സിനിമയിൽ എന്നുള്ള രീതിയിൽ തന്നെ വന്നത്. ഇതാരോടെങ്കിലും പറയുന്ന സമയത്തെ നിനക്കൊക്കെ സിനിമ പറ്റുവാടാ, അതൊക്കെ വലിയ വലിയ ആൾക്കാർക്ക് പറ്റുന്ന പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ നാട്ടിൽ പ്രോപ്പറായിട്ടൊരു തിയേറ്റർ പോലും ഇല്ല. അവിടുന്ന് ഞാൻ വന്നത്. ആ ചുരം ഇറങ്ങി നീലഗിരിയിൽ നിന്ന് ഞാൻ ചുരം ഇറങ്ങി താഴെ എത്തിയത് ഒരു ക്യാമറയും കൈ പിടിച്ചിട്ട് വന്ന ഒരാളാണ് ഞാൻ. ഒരു ഫിലിമിൻ്റെ ക്യാമറ മാത്രം എനിക്ക് അമ്മ മേടിച്ചു തന്ന ഒരു ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ കാനോൺ നിക്കോൺ FM10 എന്ന് പറഞ്ഞ ക്യാമറയാണ് എനിക്ക് അമ്മ മേടിച്ചു തന്നത്. ഞാൻ അമ്മേനെ തടുത്ത് നിർത്തി മേടിച്ചതാണ്. 10,000 രൂപ വില പറഞ്ഞ ക്യാമറ, 6,000 രൂപ വിലയുള്ള സാധനം 10,000 രൂപ അയാൾ വില പറയുന്നു. അമ്മേനോട് ഞാൻ 5,000 രൂപയെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. ആകെ 5,000 രൂപ അമ്മേൻ്റെ അടുത്തുള്ളൂ. അടുത്ത 6 മാസം ജീവിക്കാനുള്ള പൈസ ആയിരിക്കാം മേ ബി. അത് കൊടുത്തിട്ട് ആ ക്യാമറ മേടിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അത് എനിക്ക് തന്ന ആളടുത്ത് തന്നെ ഞാൻ സംസാരിക്കുന്നത്, എനിക്കിതൊന്ന് പഠിപ്പിച്ചു ചോദിച്ചപ്പോൾ വാങ്ങലും പഠിക്കലും കൂടെ ഒന്നിച്ച് നടക്കൂല എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കരമായിട്ട് കൊണ്ടു. അതുപോലെ എങ്ങനെ എനിക്ക് ബേസിക്കലി ഞാൻ ഉപാസന എന്ന് പറഞ്ഞൊരു ആർട്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ കളർ സെൻസും ഫ്രെയിം സെൻസും ഒക്കെ ഓൾറെഡി എൻ്റെ ബ്ലഡിലുണ്ട്. എനിക്ക് വരയ്ക്കാൻ അറിയാം, പെയിൻറ്റ് ചെയ്യാനൊക്കെ അറിയാം. അപ്പം അതെൻ്റെ ബ്ലഡിലുള്ളത് കൊണ്ട് ഞാൻ ഈ ക്യാമറയായിട്ട് പല സ്ഥലത്തും നടന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇപ്പം എൻ്റെ കസിൻസിൻ്റെ കല്യാണമൊക്കെ ഞാൻ ഏറ്റെടുത്തിട്ട് ആ കാലം ബാക്കിയുണ്ട്, ഒരു പടം പോലും പതിയാതെ. അതായത് ഞാൻ എടുത്തോളാം, നിങ്ങൾ ആരെയും ഏൽപ്പിക്കണം, ഞാൻ എടുക്കും, ഫുൾ എടുക്കും. അപ്പം പയ്യൻ്റെ സൈഡ് അതും ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫിലിം വാങ്ങി ലോഡ് ചെയ്തിട്ട് ഒരു പടവും കിട്ടാത്ത അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോഴും ആ വീട്ടിലേക്ക് മര്യാദയ്ക്ക് കയറാൻ പറ്റില്ല. അന്ത കാലമാട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെ ഞാനിത് പഠിക്കാൻ വേണ്ടിയിട്ട്
കുറേ ശ്രമിച്ചു, ആരും എനിക്ക് പഠിപ്പിച്ചൊന്നും തന്നില്ല. ഒരു സംവിധായകൻ്റെ വീട്ടിലാണ്, പേര് ഞാൻ പറയുന്നില്ല, ഒരു സംവിധായകൻ്റെ വീട്ടിൽ ഞാൻ രാവിലെ പോയിരുന്നപ്പോൾ അയാളെ വീട്ടിൽ ചുമരിൽ അയാൾ തമിഴിൽ പ്രമുഖ നടൻ്റെ കൂടെ നിന്നിട്ട് മൊമെൻ്റോ വാങ്ങുന്നൊരു പിക്ചർ ഞാൻ കാണുന്നു. അദ്ദേഹത്തിന് ഫോട്ടോഗ്രാഫി അറിയാം, അപ്പോൾ സിനിമ അറിയാം, സംവിധായകനാണ്, അസോസിയേറ്റ് ആണ്. അപ്പോൾ ഞാൻ അങ്ങനെ അവരുടെ അടുത്ത് അവരെ കാണണം, എനിക്ക് കയ്യിൽ ക്യാമറയുണ്ട്, ഞാനൊന്ന് സിനിമയിൽ എനിക്കൊരു എൻട്രി തരുമെന്ന് ചോദിക്കാം. അവിടെ പോയി പറഞ്ഞു പുള്ളി പുറത്ത് പോയിരിക്കുക, കുറച്ച് കഴിയുമ്പോൾ വരുന്നു. ഞാൻ ആ ഇരുത്തം വൈകുന്നേരം 6:30-7 മണി വരെ ഇരുന്നു. ഞാൻ രാവിലെ 7 മണിക്ക് പോയ മനുഷ്യനാണ്. അന്നപ്പോൾ പുള്ളി നോക്കിയിട്ട് ഇല്ല അങ്ങനെ സിനിമയിലേക്കൊന്നും അങ്ങനെ പറ്റില്ല, നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞു. ആ പ്രമുഖ വ്യക്തിയെ പിന്നീട് കണ്ടോ? കണ്ടു. എൻ്റെ ഫസ്റ്റ് സിനിമയിൽ അവസരം ചോദിച്ച എൻ്റെ അടുത്ത് വന്നു. മാറ്റിനി എന്ന് പറഞ്ഞ സിനിമയിൽ എൻ്റെ അടുത്ത് ഇടാൻ എനിക്ക് എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ ഇതൊന്ന് തരണേ, ചെറിയ വേഷമായാലും മതി എന്ന് പറഞ്ഞു. അതിൽ സത്യസന്ധമായിട്ട് അതിൽ വേഷമില്ല പുള്ളിക്ക് ചെയ്യാനുള്ളത്, പക്ഷെ ഇത്രയേ ഉള്ളൂ. അതായത് ആരെയും നമ്മൾ ചെറുതായി കാണരുത്. നമുക്ക് ലൈഫിലെ ഒരാളെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലേ? പറ്റില്ല. രാഷ്ട്രീയത്തിലെ സിനിമയിൽ ഒട്ടും പറ്റൂല, ഒട്ടും പറ്റൂല. ഞാൻ കാണുന്നത് അങ്ങനെ തന്നെയാണ്. രാഷ്ട്രീയത്തിലെ സിനിമയിൽ ഒട്ടും പറ്റില്ല, ബാക്കിയിലും പറ്റില്ല. പക്ഷെ പെട്ടെന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ആരെയും ചെറുതായി കാണേണ്ട ആവശ്യമില്ല. അയാളുടെ ടാലന്റ് എന്താണെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയാം. ഇപ്പം എന്നെ പഠിപ്പിച്ചില്ല. ഞാൻ എന്നിട്ട് കോട്ടക്കിലെത്തി എൻ്റെ ബന്ധുക്കളെ വീട്ടിൽ നിന്നോ അവിടെ ഡ്രൈവറായിട്ട് നിൽക്കേണ്ട വന്നു. കാരണം അവിടെ 3-4 കാറൊക്കെ ഉണ്ട്. ഒരു പണി ഇല്ലാത്ത ഒരുത്തിന് പിന്നെ അവരെന്തെങ്കിലും ഒരു പണി തരണ്ടേ. അപ്പോൾ അങ്ങനെ തന്നു. അങ്ങനെ ഞാൻ കാർ ഓടിച്ചു. അങ്ങനെ അവിടെ എനിക്ക് അത്ര ഓക്കെ ആയില്ല. അവിടുന്ന് ഞാൻ അവരെന്നെ ഇറക്കി വിട്ടു രാത്രി. ബന്ധക്കാർ തന്നെ ഒരു കുറച്ച് ഡിസ്റ്റൻ്റ് ആണ്, പക്ഷെ അവർ തമ്മിലുള്ള ഇഷ്യൂ ആണ്, ആ ബന്ധുക്കൾ തമ്മിലുള്ള ഇഷ്യൂ ആണ്. പക്ഷെ എൻ്റെ പേരിലായിപ്പോയി പരാതിയൊക്കെ. കാരണം അവിടുത്തെ ഒരാൾക്ക് സുഖമില്ലാതെ വന്നപ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് വണ്ടി എടുത്തിട്ട് മരുന്ന് മേടിച്ചിട്ട്, ഞാൻ പുറത്ത് പറയാത്ത കാര്യങ്ങളാണ്, മരുന്ന് മേടിച്ചിട്ട് വരും. ഞാൻ പറഞ്ഞു അതിനെന്താ മേടിച്ചിട്ട് വരാം. ഞാൻ വണ്ടി എടുത്ത് അപ്പോൾ അവിടെ കംപ്ലൈൻ്റ് ആയി കിടക്കുന്ന ഒരു അംബാസിഡറാണ് അവിടുന്ന്. എന്നോട് അതെടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല ബാക്കി മാരുതി 800 ഒക്കെ ഉണ്ടല്ലോ, ഞാൻ അതെടുത്താൽ പോരാ, അത് ഞാൻ ഡെയിലി എടുക്കുന്നതാണ് ഓരോരുത്തർ വിടാനൊക്കെ വേണ്ടിയിട്ട്. ഇല്ല മറ്റേത് എടുത്താൽ മതി എന്ന് പറഞ്ഞു. കാരണം അതിൻ്റെ ഉടമസ്ഥനാണ് സുഖമില്ലാതിരിക്കുന്നത്, അതുകൊണ്ട് ആ വണ്ടി എടുത്താൽ മതി പറഞ്ഞു. അല്ല മനുഷ്യജീവനല്ല ഇവിടെ. അല്ല, ഞാൻ ആ വണ്ടി എടുത്ത് പോവുകയും ചെയ്തു. ഇതിൻ്റെ ആക്സിലേറ്റർ കേബിൾ പൊട്ടും ചെയ്തു. എനിക്ക് ഈ വണ്ടി ഓടിക്കാനേ അറിയുള്ളൂ, നിന്ന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാനൊരു വിധത്തിൽ അടുത്ത പയ്യനും കൂടെ വണ്ടി തിരിച്ച് അവിടെ എത്തിച്ചു. അപ്പം പുള്ളി അത് നിങ്ങൾ പൊട്ടിച്ചാണെന്ന്, ഞാൻ എന്തിനാ ആക്സിലേറ്റർ കേബിൾ പൊട്ടിക്കണം. അങ്ങനെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെയാണ് ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് രാത്രി ഇറങ്ങി. അന്ന് ഞാനൊരു ഏകദേശം ഒരു 9-10 കിലോമീറ്റർ രാത്രി നടന്നു ആ വീട്ടിൽ നിന്ന്. അതായത് ഏകദേശം 8 മണി 9 മണി സമയത്താണ് ഞാൻ അവിടുന്ന് ഇറങ്ങി. ഞാനൊരു സ്ഥലത്ത് വന്നൊരു സ്റ്റുഡിയോ എൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നു. ഞാൻ അവിടെ ജോലിയൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സ്ഥലവും പോയി, നീ ഇപ്പോൾ അകത്ത് കിടക്ക്, ഒരു കിടപ്പിടം പോലും ഇല്ല. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫോട്ടോ എടുക്കുന്ന ഒരു സ്റ്റുഡിയോ ആണ് അത്, ഒരു ഫാമിലി സ്റ്റുഡിയോ. അപ്പോൾ അവരെ ഒരു മാറ്റുണ്ട്, അതിൻ്റെ മുകളിലാണ് ഈ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുക. അപ്പോൾ അവിടെ കുട്ടികൾ വോമിറ്റ് ചെയ്തിട്ടുണ്ടാവും, യൂറിൻ പാസ് ചെയ്തിട്ടുണ്ടാവും ആ ക്ലോത്തിൽ ഞാൻ കിടന്നുറങ്ങുക. അങ്ങനെ ഏകദേശം ഒരു വർഷത്തോളം അവിടെ ഇരുന്ന്. എനിക്ക് വേറെ റൂമില്ല, അവിടെ കിടന്നുറങ്ങിയിട്ട്. പക്ഷെ എന്നെ അവരങ്ങനെ പണി പഠിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. ഞാനൊരു കൊച്ചു പയ്യനാണ്. അതെ, അല്ല എന്നെ വളർത്തിയാൽ അവിടെ ചിലപ്പോൾ ഒരാൾ പണി പോകും, എന്നെ പിടിച്ചകത്ത് കയറ്റും. അവരുടെ സൈഡും കൂടെ നമ്മൾ നോക്കണമല്ല. അങ്ങനെ എന്നെ പുറത്തായിരുത്തുക. അവിടെ ആരെങ്കിലും കൗണ്ടറിൻ്റെ അവിടെ ആരെങ്കിലും വന്ന് അകത്തേക്ക് വിളിച്ച് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കുറച്ചൊരു പഴയ സ്റ്റുഡിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡോറ് കുറച്ച് ഓപ്പണാണ്, ഒരു ഹാഫ് ഫീറ്റ് ഓപ്പണാണ്. എനിക്കിതിൻ്റെ ഉള്ളിൽ കൂടെ കാണാം ഇവരെന്താ ലൈറ്റ് വയ്ക്കുന്നത്, എങ്ങനെ ഷൂട്ട് ചെയ്യുന്നതെന്നൊക്കെ. അങ്ങനെ ഞാൻ കണ്ട് പഠിച്ചു. ഇതിനപ്പുറം എന്തോ വേണം? അത് മതി. അല്ലാണ്ട് എന്നെ പറ്റി ഇല്ല, അങ്ങനെയൊക്കെ എനിക്കതൊക്കെ മതി. അല്ലാണ്ട് എനിക്ക് അമ്മല ഡേറ്റ് തരണമെന്നോ നമ്മളെ പ്രൊഡക്ഷൻ ചെയ്യണമെന്നോ അല്ല. ഒന്നും നോക്കുമ്പോൾ ഇതെല്ലാം ഒരു ഭാഗ്യം കൂടാ, കഷ്ടപ്പാടുമുണ്ട്. ഒരു പക്ഷെ അന്ന് അപ്പ സിനിമ കാണാനായിരുന്നെങ്കിൽ ചിലപ്പോൾ മോനും ആയനെ. കറക്റ്റ്. അല്ലെ സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരാളെ കാല് പിടിക്കാതെ എന്തെങ്കിലുമൊക്കെ എത്തിയേനെ. എന്നെ കൈ പിടിച്ച് കയറ്റാൻ ആരുമില്ല. എൻ്റെ ഈ കൈ കൊണ്ട് ഈ കൈയിനെ പിടിച്ച് കയറ്റാൻ നല്ലോണ്ട് വേറെ വഴിയില്ല. ഇപ്പൊ സംയുക്ത മേനോൻ ഞാൻ കൊണ്ടുവന്ന ആക്ട്രസ് ആണ്. അങ്ങനെ ആരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്? നയൻതാരയ്ക്ക് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിരുന്നു തമിഴിലേക്കൊക്കെ വേണ്ടിയിട്ട്. അവരുടെ വീട്ടിൽ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ സംയുക്ത മേനോനുമായിട്ടുള്ള കഥ. സംയുക്തന് ശരിക്കും എൻ്റെ ഒരു അസോസിയേറ്റ് ഉണ്ട്, ഗണേഷ് എന്ന് പറഞ്ഞിട്ട്. ആളാണ് പോർട്ട്ഫോളിയോ എടുക്കാൻ കൊണ്ടുവരുന്നത്. അങ്ങനെ എൻ്റെ സിനിമ തുടങ്ങിയപ്പോൾ ഞാൻ സംയുക്തനെ വെക്കാന്ന് പറഞ്ഞു. അങ്ങനെ സംയുക്തനെ കാസ്റ്റ് ചെയ്തു. നല്ല ഫീച്ചേഴ്സുള്ള
കുട്ടിയാണ്. നല്ല പിന്നെ അന്ന് പെർഫോം ചെയ്ത് തുടക്കക്കാരിയല്ലേ, അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ ഇപ്പോൾ കുറേ കൂടി ഓക്കെ, അതൊരു എക്സ്പീരിയൻസ് അല്ലേ. ചെയ്തത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആയില്ലേ. ഇതൊക്കെ അവർക്കും കൂടെ ടാലന്റ് ഉള്ളത് കൊണ്ടാണ്. ഞാനൊക്കെ ഒരു നിമിത്തമാവുന്നു, ഞാനല്ലെങ്കിൽ മറ്റൊരാൾ. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ഇതുണ്ട്, അനീഷ് ഫോട്ടോ എടുത്താൽ അനീഷ് പ്രൊമോട്ട് ചെയ്താൽ രക്ഷപ്പെടുന്ന ഒരു സാധനമുണ്ട്. അങ്ങനെയൊന്നുമില്ല. അതായത് ടാലന്റ് ഉള്ള ആൾക്കാരായിരുന്നു എൻ്റെ മുന്നിലൊക്കെ വന്ന് നിന്നത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നയൻതാരയൊക്കെ ഫസ്റ്റ് അയ്യ എന്നുള്ള സിനിമ ചെയ്യുമ്പോഴാണ് എന്നെ വിളിക്കുന്നത്. അനീഷ് എനിക്ക് വേണ്ടി കുറേ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, കുറേ മാഗസിൻ അയച്ചു കൊടുക്കുക, തമിഴിലേക്ക് അയച്ചു കൊടുക്കുക, കോർഡിനേറ്റേഴ്സിന് അയച്ചു കൊടുക്കുക, അതൊക്കെ ചെയ്തിട്ടില്ലേ. അപ്പം ഭയങ്കര സന്തോഷം കേട്ടോ, ഭയങ്കര ഹാപ്പിയായി എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നെ ലാസ്റ്റ് കോൾ ചെയ്യുന്നത് ചന്ദ്രമുഖി രജനീകാന്തായിട്ട് കമ്മിറ്റ് ചെയ്യണ സമയത്ത് ആ സൈൻ ചെയ്ത ദിവസം എന്നെ വിളിച്ചു. അതാണ് എനിക്ക് വരുന്നത് ലാസ്റ്റ് കോൾ. ആ സന്തോഷം നമുക്ക് അങ്ങനെയൊക്കെ മതിയെന്നേ അല്ലേ? അതൊക്കെ മതിയെന്നേ, ഒരൊറ്റ ഫോൺ കോൾ മതി. അവര് ഫുൾ തിരക്കിലേക്ക് പോട്ടെ, അവരൊക്കെ ഫുൾ തിരക്കിലേക്ക്, എന്നും തിരക്കായിട്ടിരിക്കട്ടെ. പിന്നെ അതാണ്, ഫോൺ നിർത്താതെ ബെല്ലടിക്കട്ടെ. യെസ്, അവര് നല്ല തിരക്കിൽ പോകണം. അതാണ് നമുക്ക് പെയിൻ അല്ലല്ലോ. എപ്പോഴെങ്കിലും അനീഷ് ചേട്ടനെ ഈ സപ്പോർട്ട് ചെയ്ത് ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കാതിരുന്നിട്ടുണ്ടോ? ഇപ്പം നമുക്ക് ഏതെങ്കിലും മൊമെൻറ്റിൽ തോന്നുമല്ലോ, അവർ വളർന്നതിന് ശേഷം അല്ല എവിടെങ്കിലും വെച്ച് കാണുമ്പം ഏതനീഷ് എന്നൊക്കെ ഒരു മൊമെന്റ് ഉണ്ടോ? അല്ല, എന്നെ അങ്ങനെ ഇൻഡസ്ട്രിയിൽ അങ്ങനെ അറിയാത്തവരൊന്നും അങ്ങനെ ഇല്ല. മേജറായിട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്നെ അറിയാം. പക്ഷെ ചില സമയത്തൊക്കെ നമുക്ക് വിഷമം തോന്നും. അതായത് എന്നെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുകയും ചെയ്യും, നമ്മളൊരു അത്യാവശ്യം വിളിച്ച് ഒരു ഫോൺ എടുക്കാണ്ടിരിക്കുകയും നമ്മൾ മെസ്സേജ് റീഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഞാനത് അങ്ങനെ അങ്ങ് കൊണ്ട് നടന്നിട്ട് അവരെ കാണുമ്പോൾ പിന്നെ മുഖം തിരിഞ്ഞ് നടക്കാറൊന്നുമില്ല. ഞാനത് വിട്ടിട്ട് ഞാൻ അവർക്ക് കൈ കൊടുക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അതിപ്പോൾ ഈ അധികം കാണുന്ന വെഡ്ഡിങ് സമയങ്ങളിൽ, സെലിബ്രിറ്റി വെഡ്ഡിങ്ങിലൊക്കെ നമ്മൾ ചിലപ്പോൾ അവരൊക്കെ കാണുകയായിരിക്കും, ഞാൻ കൈ കൊടുത്ത് സംസാരിച്ചിട്ട് ഞാൻ അങ്ങനെ പോകും. ഈ സിനിമാ മേഖലയിൽ നടന്നടിമാര് മുഖം മൂടികളാണോ? പുറമേ ഒരു സ്വഭാവം, സ്ക്രീനിലൊരു സ്വഭാവം, എന്ത് പറയും? അങ്ങനെയല്ല. ഇപ്പം ഞാൻ പറയട്ടെ, അവർക്ക് എല്ലാവരോടും സംസാരിച്ചാൽ മതിയാകും. കാരണം അവരെ പൊതുസ്വത്തായിട്ടാണ് പൊതുജനങ്ങൾ കാണുന്നത്. ഞങ്ങൾ പൈസ കൊണ്ടല്ലേ എന്നുള്ളൊരു സംസാര രീതി കണ്ടല്ലോ. ഞങ്ങൾ പൈസ കൊണ്ടല്ലേ നിങ്ങൾ സ്റ്റാർ ആയത്, അവരുടെ ടാലന്റും കൊണ്ടും കൂടിയാണ് അവർ സ്റ്റാർ ആയത്. അതൊന്നും ഓർക്കണം. അതും കൂടി ഓർക്കണം. അല്ലാണ്ട് നമ്മൾ പൈസ കൊടുത്ത് തന്നാൽ പിന്നെ നിങ്ങൾ എന്നെ ഒന്ന് സ്റ്റാർ ആക്കും, പൈസ തന്നിട്ട് അതൊന്നും പറ്റില്ല. അവർക്ക് ടാലന്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ സ്റ്റാർ. പിന്നെ അവർ സംസാരിച്ചല്ലേ മതിയാവൂ. അവർ ഇപ്പോൾ നമ്മൾ നേരെ സംസാരിച്ച പോലെ ഈ മരണ വീടുകളിൽ പോലും അവർക്ക് തിരിച്ച് ചിരിക്കാതിരുന്നാൽ പ്രശ്നം, തിരിച്ച് ചിരിച്ചാൽ പ്രശ്നം, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർ നേരിടുന്നത്. അവർ ശരിക്കും ശ്വാസം മുട്ടാറുണ്ട്. ചങ്കൂറ്റത്തോടുകൂടി തുറന്നു പറഞ്ഞൊരു മനുഷ്യൻ ഞാൻ കണ്ടു കേട്ടോ. താങ്ക് യു. ശരിക്കും ഒരുപാട് സന്തോഷം. ഇത് ചങ്കൂറ്റല്ല, സത്യസന്ധമായിട്ട്. അല്ല, അതിൽ രണ്ട് കാര്യമുണ്ടേ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കമൻസ് വരും, അല്ലെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പണി പോകും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നേ. ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വന്ന വഴി വെച്ച് നോക്കുമ്പോഴേ ബാക്കിലേക്ക് അന്ന് പോകാൻ ഒരു പേടിയില്ല. മനസ്സിലായില്ലേ? ഇതെല്ലാം ഞാൻ കെട്ടിപ്പടുത്ത് ഇവിടം വരെ എത്തിയതാ. ഞാൻ എന്താണോ എക്സ്പെക്ട് ചെയ്തത് അതിൻ്റെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത്. സന്തോഷം. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഇപ്പം. ഇന്ന് ഹാപ്പിയാണോ? ഇന്ന് ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് സ്റ്റുഡിയോ ഉണ്ട്, 15 വർഷം കഴിഞ്ഞു. എനിക്ക് സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് ഉണ്ട്. ഇതൊക്കെ ഞാൻ കൊച്ചിയിൽ വന്നിട്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ ഫിനാൻഷ്യലി സേഫാണ്, ഞാൻ പട്ടിണിയല്ല, ഞാൻ ഓക്കെ ആയിട്ട് പോകുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ ഈ ഷർദിലി കിടന്നവന് ഒരു കാറ്, ഒരു ഫ്ലാറ്റ്, ഇത് ചെറിയ കാര്യമല്ല കേട്ടോ. കഷ്ടപ്പെട്ട് തന്നെ വന്ന കൂട്ടി വെച്ച് കുറേശ്ശെ കൂട്ടി വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്താണ് ഇതെല്ലാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതങ്ങനെ പെട്ടെന്ന് പൊട്ടി വീഴുന്നതല്ല. ഇപ്പം സിനിമ എനിക്കിഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ സിനിമ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കിഷ്ടപ്പെടുന്ന സമയത്ത് ഞാൻ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിനിമയിൽ നിന്ന് പുറത്തായാലും ഞാൻ ആലോചിക്കുന്ന കാര്യം, ഞാൻ ഇത്രയും സിനിമ ചെയ്തില്ലേ എന്നലയ്ക്കാം. ഫോട്ടോഗ്രാഫി ഇനി മുതൽ അനീഷ് ഇവിടെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ അപ്പോഴും അല്ലെങ്കിൽ ഇത്രയും കാലം ഞാൻ ഫോട്ടോ എടുത്തല്ലോ. അതിന് എനിക്ക് എല്ലാ ജോലി അറിയാം. ഞാൻ പറഞ്ഞില്ല, ഈവനിങ് ഡെയിലി വെക്കാനും അറിയാം, ഫോട്ടോഗ്രാഫി അറിയാം, ഡയറക്റ്റ് ചെയ്യാനും അറിയാം, സ്ക്രിപ്റ്റ് എഴുതാനും അറിയാം, കുറേശ്ശെ പാട്ട് പാടാൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇനി ഒന്നും ഇല്ലെങ്കിലും പത്രം വിടാനും അറിയാം. പിന്നെ അറിയാം, കൈത്തണ്ടയിൽ കുറച്ച് മഷി പോരട്ടു, അതൊന്നും വിഷയമില്ല. പട്ടിണി കിടന്നിട്ടും എനിക്ക് എന്തായാലും അനീഷയുടെ ഒരുപാട് സന്തോഷം കേട്ടോ. താങ്ക് യു. അനീഷയുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.